ഈ വർഷത്തെ ശിവരാത്രി മലയാളം കുംഭമാസം 14-ാം തീയതി ഫെബ്രുവരി 26 ബുധനാഴ്ചയാണ് എന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ശിവരാത്രിയുടെ പ്രാധാന്യത്തെപ്പറ്റിയും ശിവരാത്രി നോമ്പ് എങ്ങനെ ഉത്തമവും പരിശുദ്ധവുമായ രീതിയിൽ വർത്തിക്കണമെന്നതിനെ പറ്റിയും ഇങ്ങനെ വർത്തിച്ചാലുണ്ടാവുന്ന ഗുണഗണങ്ങളെ പറ്റിയുമാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. സർവ്വപാപമോചനത്തിന് ശിവരാത്രി വ്രതത്തോളം പ്രാധാന്യമുള്ള ഒരു നോമ്പോ വ്രതമോ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. ഒരു കാര്യം മാത്രം ഒന്ന് അന്വേഷിച്ചാൽ മതിയാവും. മുൻകാലങ്ങളിൽ ശിവരാത്രി വ്രതം അനുഷ്ഠിച്ചവർ ഒരിക്കലും ഈ വ്രതത്തിനൊരു തടസ്സം ഉണ്ടാകാൻ അനുവദിച്ചിട്ടുണ്ടാകില്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, ശിവരാത്രി വ്രതം അനുഷ്ഠിച്ചവർക്ക് ആർക്കും നിരാശയുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ഇവരുടെയൊക്കെ ജീവിതത്തിൽ വന്ന് സംഭവിച്ചു കൊണ്ടേയിരിക്കും. ആഗ്രഹ സബലീകരണം നടന്നിട്ടുണ്ടാകും. അത്രത്തോളം സ്വാധീനം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെലുത്താൻ ശിവരാത്രി വ്രതത്തിന് കഴിയും. അതുകൊണ്ട് തന്നെ ഭക്തർ എല്ലാവരും കഴിയുമെങ്കിൽ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുക എന്നതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതോ പൂർവ്വജന്മ പാപങ്ങൾ കൊണ്ടോ പിതൃകർമ്മം കൊണ്ടോ ഒക്കെ വന്നു ചേർന്നിട്ടുള്ളതായ എല്ലാ ദോഷങ്ങളും പാപങ്ങളും ഒക്കെ ശുദ്ധീകരിച്ച് മനസ്സിനെയും ശരീരത്തിനെയും ഈശ്വരനിലേക്ക് സമർപ്പിക്കുന്നതിന് ലഭിക്കുന്ന ഒരു അപൂർവ അവസരമായാണ് നാം ശിവരാത്രിയെ കണക്കാക്കേണ്ടത്. ഒരിക്കലും ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഇനിയൊരു അവസരം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഒരു വർഷം ഇനിയും കാത്തിരിക്കേണ്ടി വരും. ഒരു വട്ടം ശിവരാത്രി വ്രതം അനുഷ്ഠിച്ച് നോക്കാൻ വീട്ടിൽ എല്ലാവരോടും ഒന്ന് പറഞ്ഞു നോക്കൂ. ഉണ്ടാകുന്ന അനുഭവങ്ങളും മാറ്റങ്ങളും നിങ്ങളെ അതിശയിപ്പിക്കുമെന്ന് തന്നെ പറയാം. വ്രതം എങ്ങനെ എടുക്കണമെന്നും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും നോക്കാം. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് എന്ന് പറയുമ്പോഴും കുറച്ചുപേരെ ഇതിൽ നിന്ന് നാം ഒഴിവാക്കണം. ഒന്നാമതായി ചെറിയ കുട്ടികൾ. കുഞ്ഞുങ്ങൾക്ക് നിങ്ങളെപ്പോലെ കൂടുതൽ സമയം ആഹാരമില്ലാതെ ഇരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മനസ്സിലാക്കുക, ചെറിയ കുഞ്ഞുങ്ങളെ ഇതിൽ നിന്നും ഒഴിവാക്കുക. കുലവാലായ്മയുള്ളവർ, ആർത്തവം കഴിഞ്ഞ് 7 ദിവസം കഴിയാത്ത സ്ത്രീകൾ, ഗർഭിണികളായ സ്ത്രീകൾ, പ്രായാധിക്യം കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുന്നവർ എന്നിവരെ ഇതിൽ നിന്ന് തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ്. ശിവരാത്രിയുടെ തലേ ദിവസം മുതൽ തന്നെ വ്രതത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങേണ്ടതാണ്. അന്നേ ദിവസം വൈകുന്നേരം മുതൽ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക. രാവിലെ മുതൽ സസ്യാഹാരം മാത്രം കഴിച്ചാൽ ഉത്തമമാണ്. ശിവരാത്രി ദിവസം ജലപാനം മാത്രമേ പാടുള്ളൂ എന്നതാണ് ശരിയായ രീതി. എന്നാൽ നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനാണെങ്കിൽ മാത്രമേ ഇതിന്റെ ആവശ്യമുള്ളൂ. എന്തെങ്കിലും ക്ഷീണം തോന്നുന്നവർ ഫലവർഗ്ഗങ്ങളോ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. അതിൽ തെറ്റൊന്നുമില്ല. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം സൂര്യാസ്തമനത്തിന് ശേഷം ഒന്നും കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ശിവരാത്രി ദിവസം രാവിലെ കുളിച്ച് രുദ്രാക്ഷം അണിഞ്ഞ് ഭസ്മം ചാർത്തുക. ശേഷം ക്ഷേത്ര ദർശനം നടത്തുക. കഴിയുമെങ്കിൽ സന്ധ്യയ്ക്കും ഒരു ക്ഷേത്ര ദർശനം നല്ലതാണ്. സന്ധ്യയാകുമ്പോൾ വിളക്ക് കത്തിക്കുക. സൂര്യാസ്തമനത്തിന് മുമ്പാണ് വിളക്ക് തെളിയിക്കേണ്ടത്. 5:40 മുതൽ 6 മണി വരെയുള്ള സമയം ഇതിനായി തിരഞ്ഞെടുക്കുക. പലരും വിളക്ക് കൊളുത്തുന്നത് 6:30 കഴിഞ്ഞിട്ടാണ്. അപ്പോഴേക്കും കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് ഇവിടെ സൂര്യാസ്തമനം തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിവതും 5:40 മുതൽ 6 മണി വരെയുള്ള സമയത്തിനിടയ്ക്ക് വിളക്ക് കൊളുത്താൻ ശ്രമിക്കുക. ശിവപഞ്ചാക്ഷരി മന്ത്രമോ അഷ്ടോത്തരി മന്ത്രമോ സഹസ്രനാമങ്ങളോ ഏത് വേണമെങ്കിലും നമുക്ക് ജപിക്കാവുന്നതാണ്. തൊട്ടാവാടിയുടെ ഇലകൾ, പൂവളത്തിന്റെ ഇലകൾ, പിന്നെ ഉമ്മത്തിന്റെ കായ, തുളസി ചെടി, പാല്, കരിമ്പിന്റെ നീര്, പുഷ്പങ്ങൾ എന്നിവയാണ് പൂജയ്ക്കായി കരുതേണ്ട വസ്തുക്കൾ. സുഗന്ധമില്ലാത്ത പുഷ്പങ്ങളാണ് കൂടുതൽ അഭികാമ്യം. രുദ്രാഭിഷേകം നടത്തുക എന്നത് ശിവപൂജയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് വീടുകളിലും ക്ഷേത്രങ്ങളിലും ചെയ്യാവുന്നതാണ്. കേരളത്തിൽ പൊതുവെ ക്ഷേത്രങ്ങളിലാണ് ചെയ്യുന്നത് എന്ന് മാത്രം. പശുവിൻ പാലോ നെയ്യോ കരിമ്പിന്റെ നീരോ തേനോ ഒക്കെ അഭിഷേകം ചെയ്യുന്നതിനായി ഉപയോഗിക്കാം. സർവ്വരോഗ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഈ അഭിഷേകം നടത്തുന്നതോടെ ഇല്ലാതാവും. ശിവരാത്രി വ്രതം ക്ഷേത്രങ്ങൾ നോക്കുന്നവർക്കും ഇത് തന്നെയാണ് രീതി. എന്നാൽ ചിലയിടങ്ങളിൽ പ്രാദേശികമായി ചില രീതികൾ പിന്തുടരുന്നുണ്ട്. അങ്ങനെയുള്ളവർ അതുപോലെ തന്നെ ചെയ്താൽ മതിയാകും. ആത്മാർത്ഥമായി ഭഗവാനെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് പൂജ ചെയ്യണമെന്നുള്ളവർ മാത്രം വ്രതത്തിൽ പങ്കെടുക്കുക. പിറ്റേ ദിവസം രാവിലെ തുളസി തീർത്ഥം കഴിച്ച് വേണം വ്രതം അവസാനിപ്പിക്കാൻ. ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തി തുളസി തീർത്ഥം കഴിച്ച് രുദ്രാക്ഷം അഴിക്കുന്നതിലൂടെ വ്രതം അവസാനിക്കുകയാണ്. ഇതാണ് ഉത്തമമായ രീതി. വീട്ടിൽ പൂജാമുറിയിൽ തന്നെ ചെയ്താലും മതിയാകും. ഇത്രയും ചെയ്തു കഴിഞ്ഞ് ആഹാരം കഴിക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വ്രതം കഴിഞ്ഞ ഉടനെ കിടന്നുറങ്ങിക്കളയരുത്. രാത്രി ഒരു 7 മണിക്കൊക്കെ എന്തെങ്കിലും കഴിച്ച് സാമാന്യം നേരത്തെ കിടക്കുക എന്നതാണ് ശരിയായ രീതി. കഴിവതും വീട്ടിലുള്ള എല്ലാവരും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വർഷത്തിൽ ഒരിക്കൽ മാത്രം നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു അവസരമാണിത്. ഈ ഒരു വർഷത്തെ മുഴുവൻ സന്തോഷകരമായിരിക്കും നിങ്ങളെ സഹായിക്കും. നല്ല കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ. എല്ലാവരും ഇതിനായി ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു അറിവുമായി പിന്നെയും കാണാം.